മോദി ജപ്പാനിൽ. നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗരു ഇഷിബയും സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു. അടുത്ത 10 വർഷത്തിനുള്ളിൽ ജപ്പാനിൽ നിന്ന് 10 ട്രില്യൺ yen നിക്ഷേപം ആകർഷിക്കുകയാണ് ലക്ഷ്യം. അത് മോദി വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങൾ തമ്മിൽ യോജിച്ചുള്ള പ്രവർത്തനം പരസ്പര വിശ്വാസത്തിന്റെ പ്രതീകമായി മാറിയെന്നും ടോക്കിയോയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചാണ്. മനു, ഇന്ത്യ ആൻഡ് ജപ്പാൻ പാർട്ണർഷിപ്പ് is rooted in mutual trust, reflects our national priorities and is shaped by our shared values and beliefs. Together we carry a common dream of peace, progress and prosperity of our peoples and for the world. एक्सेलेंसी, आपकी मित्रता के लिए मैं पुनः हार्दिक आभार व्यक्त करता हूं और अगली एनुअल समिट के लिए आपको भारत यात्रा का सादर आमंत्रण देता हूं. മനു ഭരത് വിവരങ്ങൾ പങ്കുവെക്കും. മനു, നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്, സംശയമില്ല. തീരുവയുമായി ബന്ധപ്പെട്ട് പുതിയ വിപണികൾ കണ്ടെത്തുക പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. സാധാരണ ഒരു സന്ദർശനത്തിനപ്പുറം ജപ്പാനിലും ചൈനയിലും മോദി പോകുമ്പോൾ അതിനുള്ള രൂപരേഖ കൂടി തയ്യാറാക്കിയായിരിക്കുമല്ലോ സ്വാഭാവികമായി പോവുക. അതെ, രഞ്ജിത്ത് സൂചിപ്പിച്ച ആ കാര്യം വളരെ കൃത്യമാണ്. കാരണം ഇത് പ്രധാനമന്ത്രി 8ാമത്തെ തവണയാണ് ജപ്പാനിലേക്ക് പോകുന്നത്. നേരത്തെ G7ലും G20 ഉച്ചകോടിയിലും പങ്കെടുക്കാൻ, ഇൻഡോ ജപ്പാൻ സമ്മിറ്റിൽ പങ്കെടുക്കാൻ 2018 അദ്ദേഹം പോയിട്ടുണ്ട്. G20യിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനൊക്കെ അദ്ദേഹം പോയിട്ടുണ്ട്. പക്ഷേ ഈ 8ാമത്തെ സന്ദർശനത്തിന് ചില സവിശേഷതകളുണ്ട്. അത് അമേരിക്കയുമായി അത്ര രസത്തിലല്ലാത്ത ഒരു വ്യാപാര ബന്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി ജപ്പാനിൽ എത്തുന്നത്. വലിയ ആഴത്തിലുള്ളൊരു ബന്ധം ജപ്പാനുമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ഇന്ത്യക്ക് നേരത്തെ തന്നെ ഒരു ലുക്കിസ്റ്റ് പോളിസി ഉണ്ട്. അത് കുറെ കൂടി നിർണായകമാവുകയാണ്. ഇപ്പോൾ ജപ്പാനും ഇന്ത്യയെ ഉറ്റുനോക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിദേശ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ലോകത്തെ 5ാമത്തെ രാജ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലധികം വിദേശ നിക്ഷേപം വരുന്ന 5ാമത്തെ രാജ്യം ജപ്പാനാണ്. അപ്പോൾ ജപ്പാന് വലിയ സാധ്യതകളുണ്ട്. വരാനിരിക്കുന്ന കാലത്ത് ജപ്പാൻ ഒരു വലിയ നിക്ഷേപം ഇന്ത്യയിൽ നടത്താൻ അവർക്ക് അവകാശം അല്ലെങ്കിൽ സാവകാശം നൽകുക എന്നതാണ്, അല്ലെങ്കിൽ അതിനുള്ള അവസരം നൽകുക എന്നതാണ് പ്രധാനമന്ത്രി പ്രധാനമായും പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയൊരു പങ്കാളിത്തം ഇന്ത്യയും ജപ്പാനും തമ്മിൽ വേണം എന്ന ഒരു നിലപാടിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുന്നു. പ്രത്യേകിച്ച് ഈ ചില സവിശേഷ ധാതുക്കളുടെ കാര്യത്തിൽ, AI-യുടെ കാര്യത്തിൽ, സെമി കണ്ടക്ടറുടെ കാര്യത്തിൽ, ബാറ്ററികളുടെ കാര്യത്തിൽ, അങ്ങനെ വരാനിരിക്കുന്ന ഒരു വികസിത രാജ്യത്തിന് ആവശ്യമായ ഒട്ടനവധി സാങ്കേതിക മേഖലകളുടെ കാര്യത്തിൽ ഒക്കെ ഇന്ത്യയും ജപ്പാനും തമ്മിൽ കൈകോർക്കുന്നു. അതിലൊന്നാണ് നമ്മുടെ ചന്ദ്രയാൻ പദ്ധതി. ചന്ദ്രയാൻ്റെ 5ാം ചന്ദ്രയാൻ മിഷനുമായി ബന്ധപ്പെട്ട് ജാക്സ ഇന്ത്യയുടെ ISROവുമായി കൈകോർക്കുന്നു. അങ്ങനെ ഒരു സാങ്കേതിക തലത്തിൽ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സഹവർത്തിത്വം വർദ്ധിക്കുന്നു. അതോടൊപ്പം വലിയ തോതിലുള്ള നിക്ഷേപം ജപ്പാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. $22 ബില്യൺ 2023-24 വർഷത്തിൽ ജപ്പാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയത്. അപ്പോൾ ഈ തവണ അത് കഴിഞ്ഞ ഡിസംബർ വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ 43.2 ബില്യൺ ക്യുമുലേറ്റീവ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നിന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അത് കൂടുതൽ വർദ്ധിപ്പിക്കുക, ജപ്പാൻ ഇന്ത്യ ബന്ധം ആഴത്തിലുള്ളതാക്കുക, പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കുക, അതിനൊക്കെ വലിയ പ്രാധാന്യം നൽകുന്ന ഒരു നീക്കമാണ്. ഇപ്പോൾ ജാപ്പനീസ് പ്രധാനമന്ത്രിയെ കണ്ടു. നേരത്തെ ഷിൻസോ അബെയുമായി ഇന്ത്യക്ക് വലിയ അടുപ്പമുണ്ടായിരുന്നു. പുതിയ പ്രധാനമന്ത്രി ഷിഗരു ഇഷിബയും ഇന്ത്യയോട് കൂടുതൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഇത് കൂടാതെ അദ്ദേഹം ജാപ്പനീസ് മുൻ പ്രധാനമന്ത്രിമാരായ യോഷിഹിദെ സുഗുവിനെ കണ്ടു, ഫൂമിയോ കിഷിദായെയും കണ്ടു. അങ്ങനെ അവിടുത്തെ ഒരു ജപ്പാൻ ഇന്ത്യ നേതൃതലത്തിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുക, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം ഭയങ്കരമായ ഒരു ശക്തമാക്കുക, അത് കെട്ടിപ്പടുക്കുക എന്ന ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. നാളെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, അതായത് ഇപ്പോൾ ജപ്പാൻ മാധ്യമത്തിന് പ്രധാനമന്ത്രി നൽകിയ അഭിമുഖത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ദീർഘകാല കാഴ്ചപ്പാടോടെ തന്ത്രപരമായുള്ള ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ തയ്യാറാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം സൗഹൃദപരമായ ഉഭയകക്ഷി ബന്ധങ്ങൾ പ്രാദേശിക ആഗോള സമാധാനത്തിലും സമൃദ്ധിയിലും നല്ല സ്വാധീനം ചെലുത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം നമ്മൾ ശത്രു രാജ്യമെന്ന് കരുതിയ ചൈനയുമായി
മോദി കൂട്ടുകൂടുകയാണ്. വരും ദിവസങ്ങളിൽ സുപ്രധാന പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം അല്ലേ? അതെ, പ്രധാനമന്ത്രി ഒരു കാര്യം തുറന്നു പറയുന്നു. ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ പിണക്കുന്നത് ആർക്കും അത്ര നല്ല ഒരു നീക്കമായിരിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. അത് ഇന്ത്യ ഒരുപക്ഷെ ജനസംഖ്യയുടെ കാര്യത്തിൽ കൂടി ഉള്ള നേട്ടം കണക്കിലെടുത്തായിരിക്കാം മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി കുതിക്കാൻ കഴിയുന്നത്. പക്ഷേ അത്ര വലിയൊരു വിപണിയാണ് ഇന്ത്യയുടെ കയ്യിൽ ഉള്ളത് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. ചൈനയ്ക്ക് ഈ വാതായനങ്ങൾ തുറക്കുന്നു, അല്ലെങ്കിൽ ജപ്പാന് ഇതിൻ്റെ സാധ്യതകൾ പരിശോധിക്കാം എന്ന ഒരു സാധ്യതകൾ പരിശോധിക്കാം എന്നൊരു നിലപാട് കൂടിയാണ് പ്രധാനമന്ത്രി അവിടെ തുറക്കുന്നത്. ഏതായാലും ഈ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ, ക്ലീൻ എനർജിയുടെ കാര്യത്തിൽ, സപ്ലൈ ചെയിൻ്റെ കാര്യത്തിൽ, അങ്ങനെ വാണിജ്യ മേഖലയെ സ്പർശിക്കുന്ന നിരവധി മേഖലകളിൽ ഇത് വളരെ നിർണായകമാകുന്നു. ഒപ്പം സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ നാളെ ഇപ്പോൾ സിൻഡായ് സിറ്റിയിലേക്ക് അദ്ദേഹം പോവുകയാണ്, ഹൈ സ്പീഡ് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയിലേക്ക് ഇനി അധികം വൈകാതെ തന്നെ കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യം ഈ രാജ്യത്തിനുണ്ട്. അത് ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ പശ്ചാത്തല വികസനത്തിൻ്റെ ഒരു കാര്യം ഒരു വശത്ത് നിൽക്കുന്നു, സാങ്കേതിക വികസനം മറുവശത്ത്, മൂന്നാമത്തേത് ഈ വിദേശ നിക്ഷേപം പരമാവധി ആകർഷിക്കുക എന്ന ലക്ഷ്യം. മാത്രമല്ല ഇരു രാജ്യത്തെയും നേതാക്കൾ തമ്മിലുള്ള ഒരു ശക്തമായ ബന്ധം കൂടി ഉണ്ടാകുമ്പോൾ അത് വലിയ സാധ്യതകൾ വാണിജ്യ ലോകത്തിന് തുറക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. മനു ഭാരതാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഈ ബന്ധങ്ങൾ ഉണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം